Prayer. Dear Allah, thank you for this new day. Bless our teacher and friends. Give us wisdom, knowledge, and understanding. Help us to stay focused and do our best in everything. Amen. Good morning. Sorry, good afternoon. Good afternoon, ma'am. Good afternoon, ma'am. അസീനൊക്കെ കണ്ടിട്ട് ഞാൻ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു ഇതാ. ഓള് നിങ്ങളോട് ഗുഡ് മോർണിംഗ് അല്ലേ പറയാറ്? ഓക്കെ. അപ്പൊ നമ്മള് ഏതായിരുന്നു? 5 ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ആയിരുന്നു അല്ലേ? കമ്മ്യൂണിറ്റി വരെയെന്ന് തോന്നുന്നു മാം പറഞ്ഞു കൊടുത്തേക്കുന്നത്. ഓക്കെ. പേജ് നമ്പർ 129. ഓക്കെ. പേജ് നമ്പർ 129 പറഞ്ഞു. Following factors guide the family and community partnership in education. അവിടെ മുതലാണ് എടുക്കേണ്ടത് അല്ലെ? ഓക്കെ. ഒന്ന് അവർ റീഡ് ചെയ്ത് നോക്കി ലാസ്റ്റ് ഞാൻ പറയാം. നമ്മുടെ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പിൻ എഡ്യൂക്കേഷനെ ഗൈഡ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ചൈൽഡ് സെന്റർ നമുക്കറിയാലേ, നമ്മുടെ യങ് പീപ്പിൾസ് അല്ലെങ്കിൽ കുട്ടികളാണ് എഡ്യൂക്കേഷനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ സംബന്ധിച്ച് ഹാർട്ട് എന്ന് പറയുന്നത്. മാർക്സിനെ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ എന്താണ് ഒരു ഹാർട്ട് തന്നെയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. ഓക്കെ. അപ്പോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. ചൈൽഡ് ആൻഡ് യങ് പീപ്പിൾസ് ആർ ദ ഹാർട്ട് ഓഫ് ദ സ്കൂൾ. സ്കൂളിനെ സംബന്ധിച്ച് സ്കൂളുകളുടെ ഹാർട്ട് ആരാണ്? കുട്ടികളാണ്. ചിൽഡ്രൻസ് വെൽബീയിങ് ആൻഡ് എഡ്യൂക്കേഷൻ ആർ മോസ്റ്റ് ഇമ്പോർട്ടൻസ്. ഒരു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന്റെ എയിം എന്ന് പറയുന്നത് തന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആൻഡ് വെൽബീയിങ് അല്ലെങ്കിൽ ഇമോഷണൽ ബിഹേവിയർ വെൽബീയിങ് ഒക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്. എല്ലാ പ്രോഗ്രാംസും എല്ലാ ഇൻസ്ട്രക്ഷൻസും എന്തിനെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം? കുട്ടികളുടെ എഡ്യൂക്കേഷനെയും വെൽബീയിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യാനും അത് എക്സിക്യൂട്ട് ചെയ്യാനും വേണ്ടിയിട്ട്. നമുക്ക് ഫാമിലി ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഫാക്ടറാണ്. ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട്ണർ തന്നെയാണ് ആ ഒരു ഫാമിലി. സോ ഫാമിലീസ് മോഡേൺ ടൈംസിൽ നമ്മൾ ഫാമിലീസിനെ പറയുകയാണെങ്കിൽ പാരന്റ്സിനെ പറയുകയാണെങ്കിൽ ദേ ആർ ദ കൺസ്യൂമേഴ്സ്. അവരാണ് കൺസ്യൂമേഴ്സ്. നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യണം. സോ പാരന്റ്സ് ആർ ദ പാർട്ട്നേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ. കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട്നേഴ്സ് ആണ് ആര്? ഫാമിലി അല്ലെങ്കിൽ പാരന്റ്സ് എന്ന് പറയുന്നത്. ചൈൽഡ് എഡ്യൂക്കേഷൻ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാല്യുബിൾ ആയിട്ടുള്ള ഫാക്ടർ ആണ് പാരന്റ്സ്. സോ ഫാമിലീസ് നോ ചിൽഡ്രൻസ് ലേണിംഗ് നീഡ്സ്. കുട്ടികളുടെ ലേണിംഗ് നീഡ്സ് നമ്മളെക്കാൾ കൂടുതൽ ടീച്ചേഴ്സിനേക്കാൾ കൂടുതൽ മനസ്സിലാക്കാൻ പറ്റുന്നത് ആർക്കാണ്? ഫാമിലിക്ക്. ഫാമിലി നമ്മളോട് അത് പറയും. ഫാമിലി റിക്വസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള എഡ്യൂക്കേഷൻ ആയിരിക്കണം നമ്മൾ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ. ഫാമിലീസ് ഒന്ന് ഡിമാൻഡ് ചെയ്യാറില്ലേ, നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ടീച്ചേഴ്സിനോട് പറഞ്ഞു കൊടുക്കാറുണ്ടോ? സജസ്റ്റ് ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ മോണ്ടിസോറി രീതിയിൽ കുട്ടീനെ പഠിപ്പിക്കുകയാണെങ്കിൽ കുട്ടിക്ക് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാകും എന്ന് പറഞ്ഞിട്ടാരെങ്കിലും കുഞ്ഞുമക്കളുള്ളവരൊക്കെ അങ്ങനെ പറയും. ഫാമിലീസിന്റെ റിക്വസ്റ്റും കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മള് ടീച്ചിങ്ങും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി നെക്സ്റ്റ് ഫാക്ടർ ആണ് കോപ്പറേഷൻ ആൻഡ് പാർട്ട്ണർഷിപ്പ്. നമുക്ക് ഒറ്റയ്ക്ക് ഇപ്പൊ ഫാമിലിക്കോ അല്ലെങ്കിൽ സ്കൂളിനോ ഒറ്റയ്ക്ക് കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ നമുക്ക് ആദ്യം നിന്നൊക്കെ കോപ്പറേഷൻ വേണം. ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, ഫാമിലി, കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, ഹ്യൂമൻ സർവീസ് ഏജൻസി, നല്ല സപ്പോർട്ടും കോപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു സ്മൂത്ത് ലേണിംഗ് സിറ്റുവേഷൻ നമ്മുടെ സ്കൂളുകളിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഷെയറിംഗ് ഓഫ് പ്ലാനിങ്, പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. ആ പ്രോബ്ലംസ് എങ്ങനെ സോൾവ് ചെയ്യാം, അതിന് എന്തെല്ലാം റിസോഴ്സ് അവൈലബിൾ ആണ് എന്നതിനെ കുറിച്ചിട്ട് ധാരണ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മുടെ പാർട്ട്നേഴ്സ് തമ്മിൽ നല്ല കോപ്പറേഷൻ, നല്ലൊരു ഗുഡ് പാർട്ണർഷിപ്പ് വേണം. നെക്സ്റ്റ് ആണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. സ്കൂൾ ഷുഡ് ബി ഓപ്പൺ ആൻഡ് വെൽക്കം ടു ദി കമ്മ്യൂണിറ്റി.
എപ്പോഴും ഓപ്പൺ ആയിരിക്കണം. വെൽക്കം സെന്റർ ഓഫ് ദി കമ്മ്യൂണിറ്റി സൊസൈറ്റി എന്നുള്ളവരെ വെൽക്കം ചെയ്യുന്ന ഒരു പ്ലേസ് ആയിരിക്കണം എന്താ നമ്മുടെ സ്കൂളുകൾ എന്ന് പറയുന്നത്. കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഇംപ്രൂവ്സ് സ്റ്റുഡൻസ് വെൽബീയിങ് ആൻഡ് എഡ്യൂക്കേഷൻ. ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷനെയും വെൽബീയിങ്ങിനെയും ഇമ്പോർട്ടന്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നമ്മുടെ സമൂഹം എന്ന് പറയുന്നത്. നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ ആ ഒരു സമൂഹം നല്ല കറിയിച്ചത് നല്ല എന്താ പറയാ നല്ലൊരു സിറ്റുവേഷൻ ലേണിംഗ് സിറ്റുവേഷൻ നമ്മുടെ കുട്ടികൾക്ക് ചെയ്യാനായിട്ട് പറ്റും. നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു സൊസൈറ്റി ആണ് നമ്മുടെ കുട്ടികളുടെ എങ്കിൽ. ഓക്കെ, അത്രയും വരെയാണ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇനി ഇക്വിറ്റി ആൻഡ് റെസ്പെക്ട് ഫോർ ദ ഡൈവേഴ്സിറ്റീസ്. നമുക്കറിയാം കുട്ടികൾ ഇൻഡിവിജ്വലി ഡിഫറെന്റ് അല്ലേ, ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നൊക്കെ പറയുന്ന ചാപ്റ്റേഴ്സ് ഒക്കെ പഠിച്ച കുട്ടികളാണ്. എവറി ചൈൽഡ് ഈസ് അൺക്യൂർ. നമ്മളുടെ വീട്ടിൽ 2 കുട്ടികൾ ഉണ്ടെങ്കിൽ ആ 2 കുട്ടികളും സ്വഭാവത്തിൽ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഉണ്ടാവും. അല്ലെങ്കിൽ ഈവൻ ഇഫ് 2 ട്വിൻസ് ആണ്, ട്വിൻസ് ആണെങ്കിൽ പോലും അവരുടെ ക്യാരക്ടറിൽ ഡിഫറൻസ് ഉണ്ടാവും ഇല്ലേ. ട്വിൻസ് ആണെങ്കിൽ പോലും അവരുടെ ക്യാരക്ടറിൽ ചേഞ്ചസ് വരാറില്ലേ. അപ്പോ ചൈൽഡ് ഈസ് അൺക്യൂർ. കൾച്ചർ, എക്സ്പീരിയൻസ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട്. നമ്മുടെ കുട്ടികൾ വരുന്ന കൾച്ചർ, അവര് ജീവിക്കുന്ന സാഹചര്യങ്ങൾ, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, റെസ്പെക്ട് ചെയ്യണം. പ്രൊവൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഓൾ. നമ്മളുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളും നമ്മുടെ മുമ്പിൽ എല്ലാവരും കൂടി എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. ഒരു വേർതിരിവും നമ്മുടെ കുട്ടികളോട് നമ്മൾ പ്രകടിപ്പിക്കാൻ പാടില്ല. എല്ലാ കുട്ടികളെയും ഓരോ പോലെ തന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യണം. ഓക്കെ, ഇക്വാലിറ്റി ആൻഡ് റെസ്പെക്ട് ഫോർ ഡൈവേഴ്സിറ്റി. അപ്പം നമ്മളത് ശ്രദ്ധിച്ച് വേണം കുട്ടികൾക്ക് വേണ്ട എഡ്യൂക്കേഷൻ ഗെയിംസ്. ചിലപ്പോ ഒരു കുട്ടിക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മനസ്സിലാവായിരിക്കും. ചിലപ്പോ ഒരു കുട്ടിക്ക് അത് കുറച്ചും കൂടി ഡെപ്ത് ആയിട്ട് പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന കുട്ടികൾക്കാണ്. ചില കുട്ടികൾ ഒന്നും കൂടി ഡെപ്ത് ആയിട്ട് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഒരു കുട്ടിക്ക് വീണ്ടും നമ്മൾ ഇരുത്തി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നവർ. നിങ്ങൾ ഇങ്ങനെയുള്ള കുട്ടികളെയാണ് ഹാൻഡിൽ ചെയ്യാമെന്ന് പറയാനായിട്ട് പറ്റില്ല, നമുക്കത് മുൻകൂട്ടി പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള കുട്ടികളായാലും അവരിലേക്ക് നമ്മളുടെ ആ ഒരു എന്താണ് നോളജും കാര്യങ്ങളും എങ്ങനെ ആക്റ്റീവായിട്ടുള്ള രീതിയിൽ എത്തിക്കാൻ പറ്റും എന്നാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അത് പോസിബിൾ ആക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അപ്പോ ഇക്വിറ്റി ആൻഡ് റെസ്പെക്ട് ഫോർ ദ ഡൈവേഴ്സിറ്റി ആണ്. ആ പോയിന്റ് ആരാ റീഡ് ചെയ്യുന്നത്? ഞാൻ ചെയ്യാം. Equity and respect for diversity. Each child, young person and adult has unique potential and capabilities. There is respect for the culture and experience of all involved. All students have the opportunity to develop the skills, knowledge, and attitudes necessary to society. The principle goes beyond equality of opportunity, where everyone is treated the same, to fostering a barrier-free environment where students benefit equally. Okay. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇക്വാലിറ്റി ആൻഡ് ഓപ്പർച്യൂണിറ്റിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നമ്മള് എന്താണ് ഓരോ കുട്ടികളും വരുന്ന അവരെ ഓരോരുത്തരും അൺഫിനാണ് ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്, അൺഫിനായിട്ടുള്ള പേഴ്സൺസ് ആണ്. ഓരോരുത്തരുടെ കപ്പാസിറ്റി പൊട്ടൻഷ്യലും നമ്മളത് റെസ്പെക്ട് ചെയ്യണം. അവരുടെ കൾച്ചർ, അവരെ വരുന്ന അവർ കടന്നു വന്നിരിക്കുന്ന എക്സ്പീരിയൻസ് എല്ലാ കുട്ടികൾക്കും ആ ഓപ്പർച്യൂണിറ്റി ടു ഡെവലപ്പ് ദ സ്കിൽ, നോളജ്, ആറ്റിറ്റ്യൂഡ്, നമ്മുടെ സൊസൈറ്റിക്ക് നെസസറി ആയിട്ടുള്ള സ്കിൽസ്, നോളജ്, ബിഹേവിയർ ഒക്കെ ഡെവലപ്പ് ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കണം. ഈ ഒരു പ്രിൻസിപ്പിൾ മെയിൻ ആയിട്ട് ഫാസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ബാരിയർ ഫ്രീ എൻവയോൺമെന്റ് ഫോർ സ്റ്റുഡൻസ് ബെനിഫിറ്റ് ഈക്വലി. എല്ലാ കുട്ടികൾക്കും ഈക്വലി ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു സ്ഥലം ക്രിയേറ്റ് ചെയ്യുക എന്നതാണ് ഈ ഒരു എൻവയോൺമെന്റ് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഇനി ക്വാളിറ്റി ആൻഡ് എക്സലൻസ്, ക്വാളിറ്റി ആൻഡ് എക്സലൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ക്വാളിറ്റി ആൻഡ് എക്സലൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത് പറയാൻ പോകുന്നത്. വന്നിട്ടുള്ളത് ക്വാളിറ്റി, പാർട്ണർഷിപ്പ് ഇംപ്രൂവ് ദ എഡ്യൂക്കേഷൻ ക്വാളിറ്റി. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ
നമ്മൾ പാർട്ട്ണർഷിപ്പ്, നല്ലൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അത് കുട്ടികളുടെ അച്ചീവ് സക്സസ് ഹെൽപ്സ് ദ സ്റ്റുഡൻസ് ടു അച്ചീവ് സക്സസ്. കുട്ടികളുടെ സക്സസ് അച്ചീവ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. ക്വാളിറ്റീസ് എൻഹാൻസ്ഡ് ആൻഡ് എക്സലൻസ് ബിക്കം ആൻ achievable goal as parents and community partnership strengthen the learning programs and opportunities for students. അപ്പോൾ നല്ല രീതിയിൽ ഒരു നല്ല ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ്, പാരന്റ്സ് കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് നല്ല രീതിയിൽ അവരുടെ എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ കുട്ടികൾക്ക് നല്ല രീതിയിൽ അവരുടെ എഡ്യൂക്കേഷൻ സക്സസ് അച്ചീവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ 6 പോയിന്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക എല്ലാവരും. 6 പോയിന്റ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ദ ഫാമിലി കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്പ്. വേഗം ഒന്ന് റീഡ് ചെയ്യണം കേട്ടോ അപ്പോഴും. ചൈൽഡ് സെന്റേർഡ് തൊട്ട് വേണോ മാം? ഇനി എന്തെങ്കിലും പറഞ്ഞാടോ? ചൈൽഡ് സെന്റേർഡ് തൊട്ടാണോ വായിക്കുന്നത്? അല്ല, സൈലന്റ് ആയിട്ട് വായിച്ചാൽ മതി. എന്തെങ്കിലും പോയിന്റ് ക്ലിയർ അല്ലാത്തുണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയില്ല. സൈലന്റ് ആയിട്ട് വായിച്ചാൽ മതി കേട്ടോ. റീഡ് ചെയ്ത് എല്ലാവരും ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ ടോപ്പിക്കില്? ക്ലിയർ ആണോ? Clear, ma'am. നമ്മുടെ ഗോൾസ് ഓഫ് ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെന്റ് ആൻഡ് പാർട്ട്ണർഷിപ്പ് ഇൻ എഡ്യൂക്കേഷൻ ആണ്. അത് എഡ്യൂക്കേഷൻ ആക്കാൻ പറ്റുമോ? എല്ലാവരും എടുത്ത് ചെയ്തല്ലോ. എഡ്യൂക്കേഷൻ ആക്കിയില്ലേ ആ ഒരു അതിൽ പറയുന്ന ഫസ്റ്റ് ഗോൾ എന്ന് പറയുന്നത് എൻഹാൻസ് സ്റ്റുഡൻസ് ലേണിംഗ് ആൻഡ് സക്സസ്. കുട്ടികളുടെ ലേണിംഗും സക്സസും എൻഹാൻസ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക എന്നതാണ് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പിന്റെ ഗോൾ എന്ന് പറയുന്നത്. എവരി സ്റ്റുഡൻസ് ഗെറ്റ് പ്രോപ്പർ സപ്പോർട്ട്. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എല്ലാ കുട്ടികൾക്കും ഒരേപോലുള്ള സപ്പോർട്ട് ആയിരിക്കണം കിട്ടേണ്ടത്. ഹെൽപ്സ് ദ സ്റ്റുഡന്റ് ടു അച്ചീവ് ദർ ഫുൾ പൊട്ടൻഷ്യൽ. കുട്ടിയുടെ ഫുൾ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാനായിട്ട് നമ്മൾ അവസരം കൊടുക്കണം. ഹെൽപ്സ് സ്റ്റുഡൻസ് ടു അച്ചീവ് ദർ ഫുൾ പൊട്ടൻഷ്യൽ. അവർക്ക് എന്താ ആയിട്ടില്ല അത്രയും നല്ല രീതിയിൽ അവരെ എന്ത് ചെയ്യുക വാർത്തെടുക്കുകയാണ് നമ്മൾ വേണ്ടത്. ഓക്കെ, അപ്പോ
enhance students learning and success എന്ന് പറയുന്ന പോയിന്റ് പറയുന്നത്. All students have the opportunity and support they require to achieve their full potential for success. അവരുടെ ഫുൾ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാനായിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ് വേണ്ടത്. നെക്സ്റ്റ് ആണ് സ്ട്രെങ്തൻഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം. എഡ്യൂക്കേഷൻ പ്രോഗ്രാം സ്ട്രെങ്തൻ ചെയ്യും. ലേണിംഗ് ഇസ് മീനിങ് ഫുൾ ആൻഡ് യൂസ്ഫുൾ. നമുക്കറിയാലോ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ലേണിംഗ് എന്ന് പറയുന്നത്. പ്രോഗ്രാംസ് ആർ അട്രാക്റ്റീവ്, സ്ട്രോങ് ആൻഡ് റെലവെന്റ്. നമ്മൾ കുട്ടികൾക്ക് ലേണിങ്ങിന് വേണ്ടിയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള റെലവെന്റ് ആയിട്ടുള്ള പ്രോഗ്രാംസും കാര്യങ്ങളും ഇംപ്ലിമെന്റ് ചെയ്യണം. റെസ്പെക്ട് കൾച്ചർ ആൻഡ് ഡൈവേഴ്സിറ്റി. ഓരോ കുട്ടികൾ വരുന്ന ആ ഒരു കൾച്ചറും ഡൈവേഴ്സിറ്റീസും നമ്മൾ എന്ത് ചെയ്യണം? റെസ്പെക്ട് ചെയ്യണം. അപ്പോ രണ്ടാമത്തെ ഗോളാണ് സ്ട്രെങ്തൻ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ്. കുട്ടികൾക്ക് ലേൺ ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് അക്കാഡമിക്കലി അവർ നല്ല സ്ട്രോങ്ങും റെലവെന്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസ് ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ചെയ്യേണ്ടത്. ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. ഒരു കുട്ടിയുടെ ലേണിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യണം? ലേണിംഗ് എന്ന് പറയുന്നത് ലേണിംഗ് എന്ന് പറയുന്നത് അതിപ്പോ ഒരിക്കലും പാരന്റ്സിന്റെ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ മാത്രം ഉത്തരവാദിത്വം ആണോ? ഒരു കുട്ടി പഠിക്കുക, ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ടീച്ചേഴ്സിന്റെ മാത്രം ഉത്തരവാദിത്വം അല്ലെങ്കിൽ പാരന്റ്സിന്റെ മാത്രം ഉത്തരവാദിത്വമാണോ? അല്ല. അല്ല. ഓക്കെ. ടീച്ചേഴ്സ്, പാരന്റ്സ്, സ്റ്റുഡൻസ് ആൻഡ് കമ്മ്യൂണിറ്റി ഷെയർ ദ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ടീച്ചേഴ്സും പാരന്റ്സും സ്റ്റുഡൻസും അതേപോലെ തന്നെ സൊസൈറ്റിയും നമ്മൾ ഈ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മൾ ഷെയർ ചെയ്തെടുക്കണം. വർക്ക് ടുഗദർ ഫോർ സ്റ്റുഡൻസ് സക്സസ് ആൻഡ് വെൽബീയിങ്. കുട്ടികളുടെ സക്സസിനും വെൽബീയിങ്ങിനും ഒരുമിച്ച് നമ്മൾ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സ്കൂൾ ആക്ടിവിറ്റീസ് ആൻഡ് ഇഷ്യൂസ്. സ്കൂൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ, ആക്ടിവിറ്റീസ്, ഇഷ്യൂസ് നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു പാർട്ട്ണർഷിപ്പ് അവിടെ വേണ്ട. ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് അതിനെക്കുറിച്ച് നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് മനസ്സിലായോ? ഒരിക്കലും ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് പാരന്റ്സിന്റെയോ ടീച്ചേഴ്സിന്റെ മാത്രം ഉത്തരവാദിത്തമല്ല. ഇത് ചിലപ്പോൾ നമ്മൾ പാരന്റ്സ് പറയും ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ്, ടീച്ചേഴ്സ് പറയും അത് പാരന്റ്സിന്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയല്ല. ആ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് കുട്ടിയുടെ ചൈൽഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ പാരന്റ്സും ടീച്ചേഴ്സും ഫുള്ളി ഷെയർ ചെയ്തെടുക്കണം. School staff, parents, community members, and students are collectively responsible for students' success and well-being. ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷണൽ സക്സസും ഗുഡ് വെൽബീയിങ്ങും ആരൊക്കെ റെസ്പോൺസിബിൾ ആണ്? സ്കൂൾ സ്റ്റാഫ്, പാരന്റ്സ്, കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, സ്റ്റുഡൻസ്. This responsibility is demonstrated by the active partnership with parents and community and by a shared understanding of the education issue and school affairs. അപ്പോ ഈ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് മനസ്സിലാക്കാൻ നല്ലൊരു ആക്റ്റീവ് പാർട്ട്ണർഷിപ്പിലൂടെ മാത്രമേ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ പാരന്റ്സും സ്കൂളും കമ്മ്യൂണിറ്റി മെമ്പേഴ്സും ഈ ഒരു റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യണം. എന്നാൽ മാത്രമാണ് പാരന്റ്സിന് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്തെല്ലാം ടൈപ്പ് ഓഫ് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്, സ്കൂൾ അഫേഴ്സിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടുള്ളൂ. നെക്സ്റ്റ് ആണ് സ്ട്രെങ്തൻ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് അൺഫോർച്ചുനേറ്റ് പീപ്പിൾ. ഈ ഒരു പോയിന്റ് പറയുന്നത് അൺഫോർച്ചുനേറ്റ് പീപ്പിൾ നമ്മൾ ഓൾ പീപ്പിൾസ് എന്നുള്ളൊരു മീനിങ് ആണ് പറയുന്നത് കേട്ടോ. അൺഫോർച്ചുനേറ്റ് പീപ്പിൾസ് ഹാവ് ample opportunity to take an active role in child education through a variety of partnership and shared management arrangement. നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ കമ്മ്യൂണിറ്റിക്കും ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് പറയാനായിട്ട് പറ്റും. കാരണം ചില കമ്മ്യൂണിറ്റിയിലുള്ള വ്യക്തികൾക്ക് ചിലപ്പോൾ കുട്ടികളുടെ എഡ്യൂക്കേഷനിൽ നമ്മൾ കൊടുക്കുന്ന പോലെ സപ്പോർട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്, ഇപ്പോ നമ്മളെ ആദിവാസി സമൂഹത്തിൽ നിന്നുള്ള പാരന്റ്സ് ആണെങ്കിൽ അവർക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ വിടണം അല്ലെ പഠിക്കാൻ വിടണം എന്ന് മാത്രമായിരിക്കും അവർക്ക് കൺസേൺ ഉണ്ടാവുക. അല്ലാതെ കുട്ടികളുടെ എഡ്യൂക്കേഷനിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതല്ലെങ്കിൽ സാധാരണ ഒരു ഫാമിലിയില് സാധാരണ ഒരു മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ ലോവർ ക്ലാസ് ഫാമിലിയിലെ പാരന്റ്സിനെ സംബന്ധിച്ച് കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ അവർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഇഷ്യൂസ് അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം മേ ബി അവർ ഡേ ടു ഡേ വേജസിലൂടെ അല്ലെങ്കിൽ
ഡെയിലി വേജസ് ആയിരിക്കും അവരുടെ മെയിൻ ആയിട്ടുള്ള ഇൻകം. സോ ഒരു ദിവസത്തെ വേജ് കട്ട് ചെയ്തിട്ട് പിന്നീട് ഒരു ആക്ടിവിറ്റിക്ക് അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അവരെ സംബന്ധിച്ച് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമായിരിക്കും. സോ ഓൾ കമ്മ്യൂണിറ്റി ഷുഡ് ബി ടേക്ക് പാർട്ട് ഇൻ എഡ്യൂക്കേഷൻ. നമ്മൾ അങ്ങനെയുള്ള വ്യക്തികളെയും കൂടി നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷനിലേക്ക് അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ടൈം കണ്ടെത്തണം. പാരന്റ്സ് ആക്റ്റീവ്ലി സപ്പോർട്ട് ചിൽഡ്രൻസ് ലേണിംഗ്. എല്ലാ പാരന്റ്സിന്റെയും മെയിൻ ആയിട്ടുള്ള ഒരു കൺസേൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾ നന്നായിട്ട് പഠിക്കണം. വേറെ ഒന്നുമില്ല, നമ്മുടെ കുട്ടികൾ നന്നായിട്ട് പഠിക്കണം മാത്രമായിരിക്കും അവരെ കൺസേൺ. അപ്പൊ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ ഇൻവോൾവ്മെന്റ്. പാരന്റ്സിന് ഈക്വൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യണം. ഈ സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സിലൊക്കെ പാരന്റ്സിനെ കൂടി ഇൻവോൾവ് ആകാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ കുട്ടി പാരന്റ്സ് കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ജസ്റ്റ് എക്സാമ്പിൾ, ഞാൻ എന്റെ കുട്ടി പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കാര്യം ഞാൻ പറയാം. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സാറ്റർഡേ ആയിരിക്കും എന്ത് വരുന്നത്, പാരന്റ്സ് മീറ്റിംഗ് വരുന്നത്. അത് കുറച്ച് കംഫർട്ടബിൾ ആണ്. കുറച്ച് പാരന്റ്സിന് ചിലപ്പോൾ വർക്കിനൊന്നും പോവാത്ത പാരന്റ്സിന് ചിലപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അല്ലാത്ത ഞങ്ങൾ നോക്കുകയാണെങ്കിൽ ക്ലാസ്സിലെ ഒരു ഭാഗം കുട്ടികളുടെ പാരന്റ്സ് വർക്കിംഗ് പാരന്റ്സ് ആണ്. സോ സെക്കൻഡ് സാറ്റർഡേ പ്രോഗ്രാംസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. മീറ്റിംഗ്സും ജനറൽ ബോഡിയും കാര്യങ്ങളൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. വളരെ ഒരു ഉപകാരമാണ് നമ്മളെ സംബന്ധിച്ചിട്ടുണ്ടാക്കുന്നത്. നമുക്ക് ഒരു ദിവസം ഹാഫ് അവർ അല്ലെങ്കിൽ ഹാഫ് ഡേ അല്ലെങ്കിൽ ഫുൾ ഡേ ലീവ് എടുത്ത് പോകാന്ന് പറഞ്ഞാൽ ഒത്തിരി ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ക്ലാസ് കാര്യങ്ങളൊക്കെ ഫുൾ ക്ലാസ്സും കാര്യങ്ങളും റീഅറേഞ്ചും റീഷെഡ്യൂളും ചെയ്യേണ്ടതായിട്ട് വരും. ഒത്തിരി ടൈം ടേക്കിംഗ് ആൻഡ് എഫേർട്ട് കൂടുതലുള്ള കാര്യമാണ്. പിന്നെ നമ്മൾ ഈ ലീവ് എടുത്ത ദിവസത്തെ ക്ലാസ് നമ്മൾ വീണ്ടും തിരിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കേണ്ടി വരും. സോ അത് കുറച്ച് ടാസ്ക് ആണ് ഞങ്ങളെ സംബന്ധിച്ചപ്പോൾ. എനിക്കൊരു ആശ്വാസം എന്ന് പറയുന്നത് മോൾ പോകുന്ന സ്കൂളില് എന്താണ് അവര് സെക്കൻഡ് സാറ്റർഡേ ആണ് ക്ലാസ് ഒക്കെ വെക്കുന്നത്. അതേപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ആനിവേഴ്സറി കണ്ടക്ട് ചെയ്തു കേട്ടോ. ലാസ്റ്റ് ആനിവേഴ്സറി കണ്ടക്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു ജാനുവരി 24th തോന്നുന്നുണ്ട്. 23rd ആണ്, ജാനുവരി 23rd. അന്ന് കണ്ടക്ട് ചെയ്ത് അത് ഫ്രൈഡേ ആണ്. നൈറ്റ് ആയിരുന്നു ആനിവേഴ്സറി. നല്ല ശരിക്കും നൈറ്റ് ആണ് അവര് ആനിവേഴ്സറി കണ്ടക്ട് ചെയ്തത്. ആ ഒരു ടൈം എല്ലാ പാരന്റ്സിനും കംഫർട്ടബിൾ ആയിരുന്നു. കാരണം നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ആകുന്ന ഒരു ടൈം നോക്കി ഒരു ആനിവേഴ്സറി സെറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു സ്കൂളിലെ ഫുൾ പാരന്റ്സിനും ആ ഒരു ആനിവേഴ്സറി പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മള് കുട്ടികൾക്ക് നമ്മള് മനസ്സിലാക്കി, പാരന്റ്സിന്റെ നീഡ്സും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളാണ്. നമ്മുടെ മക്കള് ഒരു പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നുള്ളത്, കാണണം എന്നുള്ളത് എല്ലാ പാരന്റ്സിനെ സംബന്ധിച്ച് വളരെ സന്തോഷം തോന്നുന്ന ഒരു മൊമെന്റ് ആണ്. അപ്പൊ അങ്ങനെ പാരന്റ്സ് എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമിലായിരിക്കണം നമ്മളെല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുന്നത്. മാക്സിമം അങ്ങനെയുള്ള രീതിയിൽ പ്രോഗ്രാംസും കാര്യങ്ങളും അറേഞ്ച് ചെയ്യുമ്പോൾ പാരന്റ്സിനെയും അല്ലെങ്കിൽ ഫാമിലിനെയും കൂടി സ്കൂളിന്റെ ഭാഗമാക്കാനായിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷന്റെ ഭാഗമാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, ഇൻക്രീസ് പബ്ലിക് കോൺഫിഡൻസ് ഇൻ എഡ്യൂക്കേഷൻ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ട്രസ്റ്റ്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്കൂളിൽ വിടുമ്പോൾ നമ്മളൊന്ന് അന്വേഷിക്കും എങ്ങനെയുണ്ട് സ്കൂളിൽ പഠിപ്പിക്കുമോ എന്ന്. നമ്മൾ ജസ്റ്റ് നമ്മുടെ മക്കളിപ്പോ KG സെഷനിലേക്കൊക്കെ പറഞ്ഞു വിടുമ്പോൾ പാരന്റ്സ് ഒന്നല്ല 100 വട്ടം ആലോചിക്കും അവിടെ പഠിപ്പിക്കുന്നുണ്ടോ, പഠിക്കുന്നത് കുട്ടികൾക്ക് മനസ്സിലാവോ, അവർക്ക് ഒരുപാട് ലോഡായിട്ടുള്ള വർക്ക് കൊടുക്കുന്നുണ്ടോ, ഡിസിപ്ലിൻ എങ്ങനെയാണ്, സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത്, സിലബസ് നമ്മുടെ കുട്ടിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുമോ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യും. നമുക്ക് അങ്ങനെ ട്രസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കൂളിലേക്ക് മാത്രമായിരിക്കും അല്ലേ. അപ്പോ ഈ ഒരു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ബിൽഡ് ട്രസ്റ്റ് ഇൻ സ്കൂൾ. അപ്പൊ അവരെന്താണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് നല്ല ധാരണ ഉണ്ടാവും. നമുക്ക് നല്ല ട്രസ്റ്റ് കീപ്പ് ചെയ്യാൻ പറ്റും. അത് നമ്മുടെ സ്കൂളിന്റെ ഗുഡ്വില്ല് കൂട്ടാനും കാരണമാകുന്നത്. ഫാമിലീസ് ഫീൽ സാറ്റിസ്ഫൈഡ് വിത്ത് എഡ്യൂക്കേഷൻ സിസ്റ്റം. നമുക്ക് ഫാമിലീസിലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ച് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടും. നമ്മൾ പഠിപ്പിക്കാൻ വിട്ട ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, നമ്മൾ സാറ്റിസ്ഫൈഡ് ആവും. ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് സ്കൂളിന്റെ അച്ചീവ്മെന്റ്സ് കാര്യങ്ങളും നമുക്ക് നല്ല രീതിയിൽ അണ്ടർസ്റ്റാൻഡബിൾ ആവും. കുറച്ചും കൂടി വ്യക്തമായിട്ട് അവിടെയുള്ള അഫേഴ്സും കാര്യങ്ങളും ഓപ്പറേഷൻസും ഒക്കെ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. Through greater understanding and appreciation of education issues and achievement, families and community have increased confidence in
and satisfaction with the school operations and programs. അപ്പോൾ നല്ലൊരു സ്കൂൾ അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഫാമിലീസിന് നല്ലൊരു കോൺഫിഡൻസ് ആയിരിക്കും. എന്താണ് കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനും അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്താണ് ആ ഒരു പാർട്ടിസിപ്പേഷനും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ആ ഒരു സ്കൂളിനോട് കോൺഫിഡൻസ് കൂടും. പക്ഷേ ഫാമിലീസിന് കൂടും. അപ്പോൾ നമ്മുടെ ഫാമിലീസ് അല്ലെങ്കിൽ പാരന്റ്സ് മറ്റു പാരന്റ്സിനോട് പറയും. അങ്ങനെ നമ്മുടെ സ്കൂളിന്റെ ഗുഡ് വില്ലും കാര്യങ്ങളൊക്കെ വരാനായിട്ട് കാരണം. ഒന്ന് റീഡ് ചെയ്ത് നോക്കോ ഗോൾസ്. ഓക്കെ, റീഡ് ചെയ്തോ. ഓക്കെ, ഇത് നമ്മൾ നോക്കുന്നത് സപ്പോർട്ട് സ്ട്രക്ചർ ആണ്. സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. നമുക്ക് നല്ല രീതിയിൽ ഒരു ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു ടീമാണ് ഫാമിലി സ്കൂൾ ആക്ഷൻ ടീം. ഏതാണ് ഫാമിലി സ്കൂൾ? നമുക്ക് നല്ല രീതിയിൽ ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നല്ല ഒരു ഫാമിലി സ്കൂൾ ആക്ഷൻ ടീമായിട്ട് പോലെ കുറച്ച് ഫാമിലീസിന്റെയും അതേപോലെ തന്നെ സ്കൂളിലെയും റെപ്രസെന്റേറ്റീവ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ആക്ഷൻ ടീം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോം ചെയ്ത് അത് വഴി നമുക്ക് ഒരു പാർട്ണർഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ക്ലിയർ സ്കൂൾ പോളിസീസ്. നമ്മുടെ സ്കൂൾ പോളിസീസിനെ കുറിച്ചിട്ട് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് നല്ല സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാനായിട്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. സപ്പോർട്ട് നെറ്റ്വർക്ക്. നമ്മുടെ ഫാമിലീസ് സ്കൂൾസ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സോൾവ് ചെയ്യാനായിട്ട് സപ്പോർട്ട് നെറ്റ്വർക്ക് വളരെ നല്ലതായിരിക്കും. അക്കൗണ്ടബിലിറ്റി. ശരി, സ്കൂൾസ് നമ്മള് ശരിക്കും പറഞ്ഞൊരു സ്കൂളിനെ സംബന്ധിച്ച് നമ്മൾ അക്കൗണ്ടബിൾ ആണ്. ഉത്തരവാദിത്വം ഉണ്ട് നമുക്ക്. നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമുക്ക് നല്ല സൊസൈറ്റിക്ക് കൊടുക്കണം. ആ ഒരു ഉത്തരവാദിത്വം നല്ല രീതിയിൽ ഡെലിവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് വേണം. അപ്പോ നമ്മളൊരു സ്കൂളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താണ്? നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഭാവി തലമുറയിനെ അവർക്ക് വാർത്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും. അത് ശരിക്കും പറഞ്ഞാല് ഒരു സ്കൂളിനോടുള്ള നമ്മളുടെ പാരന്റ്സിന്റെയും അല്ലെങ്കിൽ അവിടുത്തെ കമ്മ്യൂണിറ്റി സമൂഹത്തിലുള്ള മെമ്പേഴ്സിന്റെ ഒരു സപ്പോർട്ടാണ്. അത് അവർക്ക് വാർത്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ്. സോ ആ ഒരു കോൺഫിഡൻസ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്തിട്ട് തകർക്കരുത്. ആ ഒരു കോൺഫിഡൻസ് പുറകെ തിരികെ തന്നെ വേണം. എന്നിട്ട് നല്ല വാല്യുബിൾ ആയിട്ടുള്ള കുട്ടികളെ വാർത്തെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പൊ നമുക്ക് നോക്കാം സ്ട്രക്ചർ എന്താണ് ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്നതിനെ കുറിച്ച്. In order to create
the condition that enable effective family school partnership to develop and sustain. The following supporting structure need to be placed at the both systematic and school level. നല്ല രീതിയിൽ ഒരു ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് ഡെവലപ്പ് ചെയ്യണം, സസ്റ്റെയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന ഫാമിലി സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ് നമ്മൾ സ്കൂളിൽ നിലവിൽ കൊണ്ടുവരണം എന്ന് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞത് ഫാമിലി സ്കൂൾ ആക്ഷൻ ടീം ആണ്. ഫാമിലി സ്കൂൾ ആക്ഷൻ ടീം ടു പ്ലാൻ ഓർ ഇംപ്ലിമെന്റ് ആൻഡ് ഇവാലുവേറ്റ് പാർട്ട്ണർഷിപ്പ്. നമ്മളുടെ പാർട്ട്ണർഷിപ്പിനെ കുറിച്ചിട്ട് പ്ലാൻസ് ചെയ്യാനും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യാനും പ്രോഗ്രാംസ് ഒക്കെ ഓർഗനൈസ് ചെയ്യാനും ഇംപ്ലിമെന്റ് ചെയ്യാനും ഇനി പാർട്ട്ണർഷിപ്പിന്റെ പ്രോഗ്രസ് എങ്ങനെയുള്ളത് ഇവാലുവേറ്റ് ചെയ്യാനും നമ്മുടെ സ്കൂളുകളിലെ എല്ലാ സ്കൂളുകളിലും ഫാമിലി സ്കൂൾ ആക്ഷൻ ടീം നിർബന്ധമായിട്ടും വേണം. The school policies and procedures which explain and clearly indicate the principles and practice of effective partnership. നല്ല രീതിയിൽ നമ്മളെ ഫാമിലി പാർട്ട്ണർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള റൂൾസ് കാര്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിരിക്കണം. റൂൾ ഷുഡ് ബി സപ്പോർട്ട് ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് നമ്മൾ ക്ലിയർലി സ്റ്റേറ്റ് ചെയ്തിരിക്കണം. ഇതൊക്കെ എക്സ്പ്ലെയിൻ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. നമ്മൾ ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പിന്റെ റോൾസും റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടാവണം. സപ്പോർട്ട് നെറ്റ്വർക്ക് ടു എനേബിൾ സ്കൂൾ കമ്മ്യൂണിറ്റി ടു ഷെയർ ദ ഐഡിയാസ്, ഇഷ്യൂസ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ്. അപ്പോൾ നമ്മളുടെ സപ്പോർട്ട് നെറ്റ്വർക്ക് നമുക്ക് വേണം. ആരായിട്ട്? സ്കൂളിൽ നമ്മുടെ സൊസൈറ്റി ആയിട്ട് ഒരു സപ്പോർട്ട് നെറ്റ്വർക്ക് വേണം. നമ്മുടെ ഐഡിയാസും നമ്മളുടെ ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യുന്ന കോമൺ ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് നമുക്കൊരു സപ്പോർട്ട് നെറ്റ്വർക്ക് സൊസൈറ്റിയിൽ വേണം. ഷെയർ ദ ഐഡിയാസ് ആൻഡ് ബെസ്റ്റ് പ്രാക്ടീസ്. എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പോസിബിൾ ആകുന്നത് എന്നതിന് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനായിട്ട് ഒരു സപ്പോർട്ട് നെറ്റ്വർക്ക് വേണം. ഹെൽപ്പ് ടു സോൾവ് ദ കമ്മ്യൂണിറ്റി പ്രോബ്ലംസ്. ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നുണ്ടാവും, കോമൺ പ്രോബ്ലംസ്. അപ്പൊ ആ കോമൺ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് സൊസൈറ്റിയുടെ സപ്പോർട്ട് വേണം. നെക്സ്റ്റ് ആണ് അക്കൗണ്ടബിലിറ്റി. Accountability to the community to report on success and derive improvement in partnership. നമ്മള് ഒരു സ്കൂളിൽ കുട്ടികള് എന്താണ് മാർക്കൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പ്രോഗ്രാം പോലെ കണ്ടക്ട് ചെയ്തിട്ട് അവർക്ക് വേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു അംഗീകാരം നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ. 10th ഒക്കെ പാസ് ഔട്ട് ആവുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ മാർക്കൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് പ്രൈസ് ഒക്കെ കിട്ടിയിട്ടില്ലേ? ഓർമ്മയുണ്ടോ അതൊക്കെ? അപ്പൊ ചെറുപ്പത്തിൽ നമുക്ക് ചിലവർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അത്യാവശ്യം ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഫാമിലീസ് വരുന്ന കുട്ടികൾക്കാണ് അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുന്നതെങ്കിൽ അവർക്ക് ഒരു ഫ്യൂച്ചറിലേക്ക് അവർക്ക് എന്താണ് അതൊരു മുതൽക്കൂട്ടാണ്. ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ അത്യാവശ്യം നല്ലൊരു ഫിനാൻഷ്യലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ഫാമിലിയിൽ വന്നിരുന്ന കുട്ടിയാണ്. സോ എനിക്ക് ആകെ അറിയാവുന്നത് പഠിക്കാന്ന് മാത്രമാണ്. കാര്യങ്ങൾ പഠിക്കുക. സോ അപ്പൊ എനിക്കെന്ന് വെച്ചാൽ ഇതേപോലെ ഒരുപാട് സപ്പോർട്ട് ഒരുപാട് കമ്മ്യൂണിറ്റി മെമ്പേഴ്സിൽ നിന്നും അതേപോലെ ഞങ്ങൾക്ക് ഒരു ഈഴവ സമാജ സംഘമുണ്ട് ഞങ്ങളുടെ ടീമിന്റെ. ആ ഒരു സംഘത്തിന്റെ എല്ലാ വർഷവും നല്ല രീതിയിൽ എനിക്ക് എന്താ പറയാ ഗ്രാൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. അതൊക്കെ അവിടെ സ്പോൺസർ ആയിരുന്നു ചെയ്തിരുന്നത്. സോ അതൊക്കെ കൊണ്ടാണ് എനിക്ക് നല്ല രീതിയിൽ പഠിക്കാൻ പറ്റിയത്. ഇപ്പൊ നമുക്ക് മീറ്റ് ചെയ്യുന്ന ഇപ്പൊ എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് ഫ്രീ ആയിരുന്നു. +2 ആയാലും 10th അതെ, +2 അതെ, ഡിഗ്രി എഡ്യൂക്കേഷൻ ഒക്കെ ഫ്രീ ആണ്. പക്ഷെ നമുക്ക് വേണ്ട കുറച്ച് മെറ്റീരിയൽസ് ടെസ്റ്റ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ബുക്സ് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അത് നമുക്ക് മറ്റുള്ളവരോട് ചോദിക്കാനൊന്നും പറ്റില്ല. സോ വീട്ടിലാണെങ്കിൽ അത്യാവശ്യം എഡ്യൂക്കേഷൻ ബാക്ക്വേർഡ് ആയിട്ടുള്ള ഫാമിലിയാണ്. പക്ഷെ എന്നാലും എന്താ പറയാ അമ്മയും അച്ഛനും നല്ല രീതിയിൽ പഠിക്കുന്ന കാര്യത്തിലൊക്കെ നല്ല സപ്പോർട്ടൊക്കെ ആയിരുന്നു. എന്നാലും ഇവരുടെയും കൂടി സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മുന്നോട്ട് വരാനായിട്ട് പറ്റി. അപ്പോ എനിക്ക് ഇതേപോലെ എനിക്ക് പ്രൈസ് അവാർഡും ഗ്രാൻഡും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഞാൻ കൂട്ടിവെക്കും. എന്നിട്ട് ഞാൻ ചെയ്യാറ് വെക്കേഷൻ ആവുമ്പോൾ കമ്പ്യൂട്ടർ കോഴ്സ് എന്തെങ്കിലും ചെയ്യും. ഏതെങ്കിലും നല്ലൊരു കമ്പ്യൂട്ടർ കോഴ്സ് ഏതെങ്കിലും ചെയ്യും. അപ്പൊ ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. ഞാൻ 10th മുതൽ നമുക്കിങ്ങനെ പ്രൈസും കാര്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങിയപ്പോൾ ആ പൈസ ഒക്കെ കൂട്ടി വെച്ചു. +2 കഴിഞ്ഞപ്പോൾ ഞാൻ കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്തു. +2 സമയത്ത് കിട്ടിയും കുറച്ച് ഗ്രാൻഡും അതേപോലെ തന്നെ സ്റ്റൈഫൻഡും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. അപ്പൊ അതെല്ലാം കൂട്ടി വെച്ചിട്ട് ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാനൊരു കോഴ്സ് ചെയ്തു. അങ്ങനെ നമ്മൾക്ക് അത് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് നമ്മുടെ സപ്പോർട്ട്
മറ്റു കുട്ടികൾക്ക് കമ്മ്യൂണിറ്റിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇപ്പൊ എന്തായാലും എന്നെ സംബന്ധിച്ച് നന്നായിട്ട് പഠിക്കുന്ന എല്ലാ കുട്ടികളെയും എനിക്ക് ഇഷ്ടമാണ്. എന്നാലും ഫിനാൻഷ്യലി വീക്ക് ആയിട്ടുള്ള സെഷൻസിൽ വരുന്ന കുട്ടികളെ കാണുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു റെസ്പെക്ട്. കാരണം ഈ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ വളർന്നു വന്നത്. സോ ഇങ്ങനെ അങ്ങനെയും അവർക്ക് ആ ഒരു മുന്നോട്ട് വരുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യണം എന്ന് എനിക്ക് ഭയങ്കരമായിട്ടൊരു ആഗ്രഹമാണ്. ഞാൻ എന്റേതായ രീതിയിൽ കാര്യങ്ങൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്യാറുണ്ട്. എന്റേതായ രീതിയിൽ ഇത്തിരി വലുതായിട്ടൊന്നുമല്ല, ചെറിയ രീതിയിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതേപോലെ ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ വീട്ടില് കുറച്ച് ചില നമുക്കറിയാൻ പറ്റും അവർക്ക് പുറത്ത് ട്യൂഷനൊക്കെ പോയി പഠിക്കാനായിട്ട് അത്രയും സാമ്പത്തികം ഇല്ലാത്ത കുട്ടികളായിരിക്കും. അപ്പൊ അവർക്ക് ഞാൻ ഫ്രീ ട്യൂഷൻ അല്ല, ട്യൂഷൻസ് പുറത്ത് ട്യൂഷൻ എടുക്കുന്നതിലും കുറവ് റേറ്റിൽ ഞാൻ അവർക്ക് ക്ലാസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കും അങ്ങനെയാണ്. അപ്പൊ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഓക്കെ, അപ്പോ ആ ഒരു സപ്പോർട്ടിങ് സ്ട്രക്ചർ ഒന്ന് റീഡ് ചെയ്ത് നോക്കാം കേട്ടോ. മിസ്സേ ഏത് പോയിന്റ് ആണ് വായിക്കേണ്ടത്? ഞാൻ ഇത്തിരി നേരം കയറി. ഓക്കെ, അതേടാ സപ്പോർട്ട് സ്ട്രക്ചർ മുതൽ ഇവിടെ വരെ കേട്ടോ. കൺഫർമേഷൻ ബാക്കിലുണ്ടല്ലോ. ഇനി എന്താടാ സ്കൂൾ ബെനിഫിറ്റ്സ് വരെയാണോ? അല്ല, സപ്പോർട്ട് അല്ലേ? ഇനി ഇതുപോലെ പഠിക്കുന്നതാണോ? എന്താ മിസ്സേ? അല്ല, വേറൊരാള് ന്യൂട്രോൺ ആക്കിയിട്ടായിരുന്നു, അതുകൊണ്ട് ചോദിച്ചാണ്. റീഡ് ചെയ്തിട്ട് പറയണോ കേട്ടോ. ഓക്കെ ആണോ? റീഡ് ചെയ്തോ. School community are encouraged to review their current supporting structure, policies, and procedure and develop new one where necessary. So, school communities encourage ചെയ്യുന്നത് നമ്മുടെ കുട്ടികളുടെ സ്റ്റഡി കറന്റ് സ്ട്രക്ചർ പോളിസീസും കാര്യങ്ങളൊക്കെ മാറ്റി നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പോളിസീസും പ്രോഗ്രാംസ് ഒക്കെ അഡോപ്റ്റ് ചെയ്യാനായിട്ട് എൻകറേജ് ചെയ്യുന്നുണ്ട്. This may include establishing a dedicated family school action team. Okay. എപ്പോഴും ഒരു നമ്മുടെ ഈ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു നല്ലൊരു ഫാമിലി സ്കൂൾ ആക്ഷൻ ടീം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സ്കൂൾ ലീഡേഴ്സ് ആക്കണം കേട്ടോ. ആ ഒരു സെന്റൻസ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ട് ഇവിടെയായിട്ട്. അത് ലീഡേഴ്സ് ആക്കണേ. സ്കൂൾ ലീഡേഴ്സ് വേണം ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പില്. സ്കൂൾ ലീഡേഴ്സ്, ടീച്ചേഴ്സ്, പാരന്റ്സ് അപ്പോയിന്റഡ് ബൈ പാരന്റ് ബോഡിയിൽ നിന്നുള്ള പാരന്റ്സ് ബോഡിയിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ്സും ഇൻക്ലൂഡഡ് ആണ്. ഫാമിലി സ്കൂൾ ആക്ഷൻ ടീമിൽ ഇൻക്ലൂഡഡ് ആണ്. ഫോർ യൂസിംഗ് ആൻഡ് അസിസ്റ്റിംഗ് വർക്ക് ഗ്രൂപ്പ് ദാറ്റ് ഇൻക്ലൂഡ് പാരന്റ്സ് ടു ഡെവലപ്പ് ആൻഡ് കോർഡിനേറ്റ് പാർട്ണർഷിപ്പ് പ്ലാൻസ് ആൻഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ആക്ഷൻ ടീം ഡെവലപ്പ് ചെയ്യണം. ആരൊക്കെയാണ്? ലീഡർ, ടീച്ചേഴ്സ്, പാരന്റ്സ്. അത് ഇവരായിരിക്കും, ഈ റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കും ഈ ഒരു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നതും കാര്യങ്ങൾ ഫോർമുലേറ്റ് ചെയ്യുന്നതിനും ഫുള്ളി റെസ്പോൺസിബിൾ ആയിട്ടുള്ള പേഴ്സൺ. എനി സക്സസ്ഫുൾ പാർട്ണർഷിപ്പ് വിൽ ഇൻവോൾവ് പാരന്റ്സ്, caregivers and families in preparation, planning, implementation and review.
നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള പാർട്ട്ണർഷിപ്പിൽ ആരെല്ലാം ഇൻവോൾവ് ആവണം? പാരന്റ്സ്, കെയർ ഗിവേഴ്സ്, ചിലപ്പോൾ ഗ്രാൻഡ് പാരന്റ്സ് ആയിരിക്കാം, ഫാമിലീസ് പ്രിപ്പറേഷൻ, ഫാമിലീസ് വേണം. ഇവരായിരിക്കും നല്ല രീതിയിൽ ഓരോ പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുന്നതും കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നതും റിവ്യൂസും കാര്യങ്ങളും എടുക്കുന്നത്. A dedicated family school action team, teachers, school leaders, and parents to develop and coordinate partnership plans and activity can provide the base for improving partnership more broadly. അപ്പൊ നല്ലൊരു ഫാമിലി സ്കൂൾ ആക്ഷൻ ടീം ഉണ്ട്. ടീച്ചേഴ്സ്, സ്കൂൾ ലീഡേഴ്സ്, പാരന്റ്സ് എല്ലാവരും ഇൻവോൾവ് ആയിട്ടുള്ള നല്ലൊരു ആക്ഷൻ ടീം ഉണ്ടെങ്കിൽ അതിന് നല്ല രീതിയിൽ നമ്മളുടെ പാർട്ണർഷിപ്പ് പ്ലാൻസും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യാനും കോർഡിനേറ്റ് ചെയ്യാനും അത് നല്ല രീതിയിൽ നടപ്പിലാക്കാനും അവർക്ക് പറ്റും. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫാമിലി സ്കൂൾ ആക്ഷൻ ടീം എന്ന് പറയുന്നത്. ഇനി ദിസ് ഫാമിലി സ്കൂൾ ആക്ഷൻ ടീം കൊണ്ട് എല്ലാ കാര്യങ്ങളാണ് ഈ ഫാമിലി സ്കൂൾ ആക്ഷൻ ടീമിൽ വേണ്ടത്. Audit existing arrangement and practice and pass the information on the view, experience, wish of the teachers, parents, school leaders and students. So main ആയിട്ടുള്ള ഫങ്ഷൻസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പിൽ എന്ത് വേണം? അവരുടെ പ്രാക്ടീസും അവര് കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാംസ് ഇൻഫർമേഷൻസും കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം, ഓഡിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ സ്റ്റഡി ഓഫ് എക്സിസ്റ്റിംഗ് പാർട്ണർഷിപ്പ് ആക്ടിവിറ്റി. ഇപ്പോൾ നിലവിലുള്ള എക്സിസ്റ്റിംഗ് പാർട്ണർഷിപ്പ് ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട് നമ്മളൊരു സ്റ്റഡി നടത്തണം. Then collect the opinions from teachers, parents, students and leaders. School leaders, teachers, parents എന്നൊക്കെ നമ്മൾ ഒപ്പീനിയൻ കളക്ട് ചെയ്യണം. Then confirm the support from school leaders and parents group. അപ്പോൾ പാരന്റ്സ് ഗ്രൂപ്പ് നമ്മൾ ഇങ്ങനെ കാര്യം നടപ്പിലാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് വേണം. സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ സ്കൂൾ ലീഡേഴ്സിന്റെ അടുത്തും പാരന്റ്സിന്റെ അടുത്തും നമ്മൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അത് ഉറപ്പ് വരുത്തണം. ഇൻഫോം ദ സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റി അബൌട്ട് ദ പാർട്ണർഷിപ്പ്, സ്കൂൾ കമ്മ്യൂണിറ്റി അബൌട്ട് ദ പാർട്ണർഷിപ്പ്. സ്കൂളിനെയും കമ്മ്യൂണിറ്റിനെയും ഇൻഫോം ചെയ്യണം. ഇങ്ങനൊരു പാർട്ണർഷിപ്പ് നമ്മൾ ഫോം ചെയ്യാൻ പോകുന്നുണ്ടെന്നതിനെ കുറിച്ചിട്ട് ഇൻഫോം ചെയ്യണം. നെക്സ്റ്റ് സ്റ്റേജ് ആണ് പ്ലാനിംഗ് പറയുന്നത്. സെറ്റ് ഗോൾസ് ആൻഡ് ടൈം ലിമിറ്റ്സ്. നമ്മുടെ ഗോളുകൾ, നമ്മുടെ ലക്ഷ്യങ്ങൾ, ഈ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഇതിന് വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ടൈംലിനെസ് എന്താണ് എന്നുള്ളത് സെറ്റ് ചെയ്യണം. Then decide success indicators for activities. പിന്നെ നമ്മുടെ സക്സസ് ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്, സ്റ്റാൻഡേർഡ് ഉണ്ടാവില്ലേ, ആ ഒരു സ്റ്റാൻഡേർഡ് നമ്മൾ സെറ്റ് ചെയ്യണം. ട്രെയിനിങ്, പ്രൊവൈഡ് ട്രെയിനിങ് ഓഫ് ടീം മെമ്പേഴ്സ്. നമ്മൾ പറഞ്ഞു ടീം മെമ്പേഴ്സ് ആരൊക്കെയാണ്? ടീച്ചേഴ്സ്, പാരന്റ്സ്, സ്കൂൾ ലീഡേഴ്സ്, സ്റ്റുഡൻസ്. അപ്പൊ ഈ ടീം മെമ്പേഴ്സിന് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളും നമ്മൾ കൊടുക്കണം. ദെൻ ഇംപ്ലിമെന്റേഷൻ സ്റ്റേജ് ആണ് ക്യാരി ഔട്ട് ദ പ്ലാൻ ആക്ടിവിറ്റി. നമ്മുടെ പ്ലാൻ അനുസരിച്ച് നമ്മള് വിചാരിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുകയാണ് വേണ്ടത്. നമ്മളൊരു ആക്ടിവിറ്റി ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ഇവാലുവേറ്റ് ചെയ്യണം. നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണോ ആ ഒരു കാര്യം ചെയ്തിരിക്കുന്നത് എന്ന് ഇവാലുവേറ്റ് ചെയ്യുക. ചെക്ക് ദ എഫക്റ്റീവ്നെസ് ഓഫ് ആക്ടിവിറ്റി. നമ്മൾ ചെയ്തത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിലാണോ എന്ന് ചെക്ക് ചെയ്യാം. ഐഡന്റിഫൈ ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. ഇനി നമുക്ക് എന്തെങ്കിലും വീക്ക്നെസ് പറ്റിയിട്ടുണ്ട്, മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അത് ചെയ്യാം. Then improvement. Continuously improve the partnership practice. നമ്മളുടെ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് കണ്ടിന്യൂസ്ലി നമ്മൾ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. Then new opportunities. Explore opinion for new partnership. നമ്മുടെ പാർട്ണർഷിപ്പ് മെമ്പേഴ്സിൽ നിന്ന് ഒപ്പീനിയൻസും കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് കൊണ്ട് മെയിൻ ആയിട്ടുള്ള ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന്റെ ഫങ്ഷൻസ് എന്താണെന്ന് നോക്കാം. എല്ലാത്തിലേക്ക് നോക്കാം. Audit arrangements and practice and collect the information on the view, experience, and wish of teachers, parents, school leaders and students. നല്ല രീതിയിൽ നമ്മൾ ഓഡിറ്റ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാം. അവരുടെ എല്ലാവരുടെ കയ്യിൽ നിന്നും ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്റ്റഡിയാണ് എക്സിസ്റ്റിംഗ് അറേഞ്ച്മെന്റ്സിനെ കുറിച്ചിട്ടും പാർട്ണർഷിപ്പിനെ കുറിച്ചിട്ടും നമ്മൾ അവരുടെ വ്യൂസ് കാര്യങ്ങളും കളക്ട് ചെയ്യണം. ദെൻ ടീച്ചേഴ്സ്, പാരന്റ്സ്, സ്റ്റുഡൻസ്, ലീഡേഴ്സ് ഇൻഫർമേഷൻ കളക്ട് ചെയ്തു. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? എൻഷുർ സപ്പോർട്ട്. നമ്മളിങ്ങനെ ഒരു പാർട്ണർഷിപ്പ് നടപ്പിലാക്കാൻ പോകുന്നുണ്ട്. സ്കൂൾ ലീഡേഴ്സും പാരന്റ്സിനെയും സപ്പോർട്ട് നമ്മൾ ഉറപ്പാക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? Inform the school and community about the partnership.
confirm that school leaders and the parents network endorse the concept of partnership and inform the school community. നമ്മൾ അവര് എന്ത് ചെയ്യണം, ഈ ഒരു പാർട്ണർഷിപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതിനെ കുറിച്ച് വിദ്യാർത്ഥികളോടും പാരന്റ്സിനോടും പറയണം. ദെൻ നമ്മൾ സ്കൂളിനോടും ആ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഡെവലപ്പ് പ്ലാൻസ് ഫോർ ഇംപ്ലിമെന്റേഷൻ. ഈ ഒരു പാർട്ണർഷിപ്പ് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ട പ്ലാൻസും കാര്യങ്ങളും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യണം. സെറ്റിംഗ് ഗോൾ, ടൈംലിനെസ് ആൻഡ് സക്സസ് ഇൻഡിക്കേറ്റേഴ്സ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്, അതിന് ടൈം ലിമിറ്റ്സ് എന്തൊക്കെയാണ്, സക്സസ് ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ് എന്ന് സെറ്റ് ചെയ്യുക. അഗെയിൻസ്റ്റ് ദ 3 dimensions ഓഫ് ദ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഫ്രെയിംവർക്ക്. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്? മെയിൻ ആയിട്ട് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അറേഞ്ച് ട്രെയിനിങ് ഫോർ ആക്ഷൻ ഫാമിലി സ്കൂൾ ആക്ഷൻ ടീമിന് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും കൊടുക്കാം. ഇംപ്ലിമെന്റ് എഗ്രീഡ് ആക്ടിവിറ്റീസ്. നമ്മൾ പറഞ്ഞിട്ടുള്ള എല്ലാ ആക്ടിവിറ്റീസും നടപ്പിലാക്കാനായിട്ട് ശ്രമിക്കണം. ഇവാലുവേറ്റ് ദ എഫക്റ്റീവ്നെസ് ഓഫ് പാർട്ണർഷിപ്പ് ആക്ടിവിറ്റി. നമ്മൾ പാർട്ണർഷിപ്പ് ആക്ടിവിറ്റീസ് നല്ല രീതിയിൽ ഇവാലുവേറ്റ് ചെയ്യുക. അത് കറക്റ്റ് ആയിട്ടാണോ നടപ്പിലാക്കിയിരിക്കുന്നത് എന്ന് ഇവാലുവേറ്റ് ചെയ്യണം. കണ്ടിന്യൂ ടു ഇംപ്രൂവ് ആൻഡ് കോർഡിനേറ്റ്. പ്രാക്ടീസ് അഗെയിൻസ്റ്റ് ദ 3 dimensions ഓഫ് ദ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ്. കണ്ടിന്യൂസ്ലി നമുക്ക് ഇംപ്രൂവ്മെന്റ്സ് കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ നമ്മൾ നടപ്പിലാക്കണം. പിന്നെ എക്സ്പ്ലോർ ഒപ്പീനിയൻ ഫോർ ന്യൂ പാർട്ണർഷിപ്പ്. നമ്മൾ പാർട്ണർഷിപ്പ് വേണ്ട ഒപ്പീനിയൻസ് നമ്മൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഐഡിയാസ്, മറ്റുള്ളവരിൽ നിന്ന് ഐഡിയാസും കാര്യങ്ങളും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക. അത് റെസ്പെക്റ്റോട് കൂടി തന്നെ നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. ഞാനേ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന്റെ ഫംഗ്ഷൻസ് ഞാൻ വേഗം റീഡ് ചെയ്തത്, കാരണം ആ ഒരു പോർഷൻ മാത്രമായിട്ട് ചിലപ്പോൾ കൺവീനിങ് ആവും എന്നൊരു ഡൗട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ലാസ്റ്റ് ആയപ്പോൾ ഭയങ്കര സ്പീഡിലായി പോയില്ലേ പെട്ടെന്ന് എടുത്തത്. ഓക്കെ, ഫാമിലി സ്കൂൾ ആക്ഷൻ എന്ന് പറയുന്നത് ഒരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തത് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടീം വർക്കാണ് ഉദ്ദേശിക്കുന്നത്. ഫാമിലി സ്കൂൾ ആക്ഷൻ ടീം എന്ന് പറയുന്നത് നമ്മളൊരു അക്കാഡമിക് ഇയർ സ്റ്റാർട്ടിങ്ങിന് മുൻപേ അത് ഉള്ളത് നല്ലതായിരിക്കും. കാരണം നമ്മളിപ്പോ ഇയർ എൻഡിങ്ങിൽ തന്നെ തുടങ്ങുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ പറ്റും എന്നാണ് എന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. കാരണം നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ നോർമലി നമ്മൾ സ്കൂള് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു PTA മീറ്റിംഗ് വെക്കുന്നില്ലേ, അതൊക്കെ ഇതിന്റെ ഭാഗമായിട്ടുള്ളതായിരിക്കുമല്ലോ അല്ലെ? അതെ, നമ്മൾ നോർമൽ സ്കൂളുകളിൽ അങ്ങനെയാണ്. ഒരു PTA, പാരന്റ്സ് ടീച്ചേഴ്സ് ബോഡി മീറ്റിംഗ് കാര്യങ്ങളൊക്കെ നമ്മൾ വെക്കാറില്ല. അതൊക്കെ ഇതിന്റെ ഒരു ഭാഗത്ത് തന്നെയാണ്. അതുപോലെ എക്സ്പ്ലോർ ഓപ്ഷൻസ് ഫോർ ന്യൂ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന ലാസ്റ്റ് പോയിന്റ് ഇല്ലേ, അപ്പൊ നമ്മൾ ഈ അക്കാഡമിക് ഇയറിൽ നമ്മൾ എന്താണോ ചെയ്തത് അത് അടുത്ത നെക്സ്റ്റ് ഇയറിലുള്ള ആൾക്കാർക്ക് അത് എക്സ്പ്ലോർ ചെയ്യാന്നാണോ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഇനി എന്തെല്ലാം ന്യൂ ഐഡിയാസ് ആണ് അടുത്ത വർഷത്തേക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്. ഇപ്പൊ ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഒരു ഇയർ എൻഡിങ് ആകുമ്പോൾ ലാസ്റ്റ് നമ്മൾ ഒരു ജനറൽ ബോഡി മീറ്റിംഗ് കണ്ടക്ട് ചെയ്യും. എന്നിട്ട് ഇനി നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് കളക്ട് ചെയ്യും. നമ്മൾ ഈ വർഷം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തു, നമുക്ക് നെക്സ്റ്റ് ഇയറിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും, അതായത് നിങ്ങളുടെ ന്യൂ ഐഡിയാസും കാര്യങ്ങളും അപ്പോഴാണ് നമ്മൾ അവരിൽ നിന്ന് ന്യൂ ഐഡിയാസ് കളക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? സോർട്ട് ഔട്ട് ചെയ്തെടുക്കുക എന്നുള്ളത് അല്ലേ? എല്ലാവരുടെയും ഒപ്പീനിയൻസ് ഒക്കെ കളക്ട് ചെയ്ത് ന്യൂ ഐഡിയാസും കാര്യങ്ങളും റെസ്പെക്റ്റോട് കൂടി നമ്മൾ വിൽക്കുക, അത് കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. നോർമലി നമ്മള് സ്കൂളിൽ ഓരോ ഇയറിലും PTS ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നില്ലേ അല്ലെ? അല്ലെങ്കിൽ 5 വർഷം ചില സ്കൂളില് അത് കണ്ടിന്യൂ ചെയ്തു പോകും, ചില സ്കൂളില് ഇയർലി ചേഞ്ച് ചെയ്യുന്നതും കാണുന്നില്ല നമ്മള്. ഓരോ സ്കൂളുകളുടെ പോളിസീസ് അനുസരിച്ചിട്ടായിരിക്കും. PTAs ചിലപ്പോൾ PTA പ്രസിഡന്റോ അല്ലെങ്കിൽ PTA ടീം ചിലപ്പോൾ ചേഞ്ച് ആവും, അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി അത് പോകും. ചിലപ്പോ ചില പാരന്റ്സിന് ചിലപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റാത്തത് കൊണ്ടാവാം, മേ ബി എന്തിന് ഇഷ്യൂസ് കാരണമായിരിക്കും. അപ്പൊ കോൺഫിഡന്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള പാരന്റ്സ് ആണെങ്കിൽ അവരെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്കൊരു ഫാമിലി സ്കൂൾ ആക്ഷൻ ടീം ഫോം ചെയ്ത് നല്ല രീതിയിൽ നമ്മുടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ രീതിയിലുള്ള സപ്പോർട്ട് കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ. ടീച്ചർ, ഞാൻ 5 ആണേ. നമ്മുടെ സെമിനാറിന് ലാസ്റ്റ് 5 മിനിറ്റ്സിൽ ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെമിനാർ എടുത്തോട്ടെ. ഏതാ ടോപ്പിക്? ഫസ്റ്റത്തെ അല്ലായിരുന്നു? ഫസ്റ്റ് ഒരു പാരഗ്രാഫ്, ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് പാരഗ്രാഫാണ് ചെയ്യാൻ പറഞ്ഞത്. വാട്ട് ആർ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്സ്. ഒന്ന് പറഞ്ഞോളൂ സെമിനാർ. ബാക്കി എല്ലാവരും ഒന്ന് റീഡ് ചെയ്തു. ജസ്റ്റ് അച്യുത സെമിനാർ ഒന്ന് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. നിങ്ങൾ കേട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, കേട്ടാലും കുഴപ്പമൊന്നുമില്ല. എടുത്തോട്ടെ സെമിനാർ.
കേക്കാവോ ടീച്ചറെ? കേൾക്കാതെ പ്രസന്റ് ചെയ്തോട്ടോ. എന്താണ് ഫാമിലിയും സ്കൂളും തമ്മിലുള്ള ഒരു പങ്കാളിത്തം എന്നാണുള്ള ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഒരു സ്കൂളിലെ കുട്ടികളും അവരുടെ ജീവനക്കാരും അവിടുത്തെ രക്ഷിതാക്കളും മറ്റു കുടുംബാംഗങ്ങളും അവരുടെ പരസ്പരം സഹകരിച്ചിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഒരു സ്കൂളും ഫാമിലിയും തമ്മിലുള്ള ഒരു പങ്കാളിത്തം ഉണ്ടാവുന്നത്. എഫക്റ്റീവ് പാർട്ണർഷിപ്പിന് വേണ്ടി ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ പരസ്പരമുള്ള വിശ്വാസവും ബഹുമാനവും ആണ് വേണ്ടത്. പിന്നെ അത് പറയുന്നത് കൂടാതെ സ്കൂളിലെ കുട്ടികളുടെ യുവജനങ്ങളുടെയും വിദ്യാഭ്യാസത്തിനുള്ള പങ്കാളിത്തത്തിന്റെ ബാധ്യതയും ഇവർ തമ്മിലുള്ള റിലേഷനിലുണ്ട്. ഇതാണ് ഈ പാരഗ്രാഫിൽ പറയുന്നത്. ഓക്കെ ടീച്ചർ. സെമിനാറിന്റെ പോർഷൻസ് തരാട്ടെ ബാക്കിയുള്ളവർക്ക്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സെമിനാറിന്റെ പോർഷൻസ് തരാൻ നോക്കാം കേട്ടോ. അപ്പോ സെമിനാർ എടുക്കാത്തവര് മാക്സിമം സെമിനാർ കണ്ടക്ട് ചെയ്യാൻ നോക്കാം. ഒരു പ്രാവശ്യം 2 പ്രാവശ്യം സെമിനാർ എടുക്കുന്ന സെലിബ്രേഷൻ ചെയ്യാം. അപ്പോൾ സെമിനാർ എടുക്കുന്നതനുസരിച്ച് നമുക്ക് ക്ലാസ് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റിയും കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ മോക്ക് ടെസ്റ്റ് കൊടുക്കാം. ഇന്ന് തന്നെ മാക്സിമം അല്ലെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ ആയിട്ട് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് വരും. മോക്ക് ടെസ്റ്റ് എല്ലാവരും ചെയ്ത് നോക്കണം. മേ ബി ചിലപ്പോൾ മോക്ക് ടെസ്റ്റിൽ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പൊ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറിയാനായിട്ട് പറ്റുള്ളൂ. അപ്പോ PG ബാച്ചിന്റെ എക്സാം എപ്പോഴാ വരാന്ന് അറിയോ? എടാ, അത് നിങ്ങളുടെ എക്സാം ആയിരിക്കും. ഇപ്പൊ 14 അല്ലേ? ഇപ്പൊ 14ന്റെ ഡിപ്ലോമയുടെ എക്സാം കഴിഞ്ഞിട്ടായിരിക്കും PGയുടെ എക്സാം വരുന്നത് കേട്ടോ. അപ്പൊ ഇവർക്ക് ഓരോ ബാച്ചിനും അങ്ങനെ ആയിരിക്കും. ഇപ്പൊ MD12ന് ആദ്യം എക്സാം വരും. അത് കഴിഞ്ഞ് MD13ന്റെ എന്താ പറയാ ഡിപ്ലോമയുടെ എക്സാം കഴിയുമ്പോ എന്ത് വരും, PGയുടെ എക്സാം വരും. അങ്ങനെ വരുന്നത് ആദ്യം വരെയുമില്ല. ഡിപ്ലോമയുടെ എക്സാം കഴിയാണ്ട് നമ്മുടെ PGയുടെ എക്സാം വരില്ല കേട്ടോ. ഞങ്ങൾക്ക് എക്സാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അത് ഡിപ്ലോമയുടെ കഴിഞ്ഞിട്ട് വരും കേട്ടോ. കുറച്ച് ദിവസം കൂടി. ഇപ്പൊ ഈ പോർഷൻ തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് വരും കേട്ടോ ആദ്യം തന്നെ എക്സാം 12കാർക്ക്. 12കാർക്ക് വന്നിട്ട് 13ന്റെ ഡിപ്ലോമയുടെ എക്സാം കഴിഞ്ഞിട്ട് 13ന് 14ന്റെ ഡിപ്ലോമയുടെ എക്സാം കഴിഞ്ഞിട്ട് 14 അങ്ങനെയായിട്ട് വരാം. അപ്പോ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ പുതിയൊരു ചാപ്റ്റർ ആയിട്ട് വരാം. അപ്പോ താങ്ക് യു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നേ. ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയി മാം. താങ്ക് യു. താങ്ക് യു ഓൾ. സെമിനാർ എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ 5ന്റെ ഇത് കണ്ടപ്പോ എനിക്ക് സമാധാനം. അങ്ങനെയാണെന്നുള്ള എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. ഓരോരുത്തർക്ക് എടുക്കുമ്പോഴും അവരുടേതായ രീതിയിൽ എടുക്കാനായിട്ട് ശ്രമിക്കാം. മാക്സിമം നല്ല രീതിയിൽ എടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഒരു പാരഗ്രാഫ് തന്നു കഴിഞ്ഞാൽ അത് വായിച്ച് നമ്മൾ സെമിനാർ. ഓക്കെ, ഒരു പാരഗ്രാഫ് തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വായിച്ച് മോനെ മനസ്സിലായ കാര്യങ്ങൾ അവിടെ പറയാണ് വേണ്ടത്. ഓക്കെ ഓക്കെ മിസ്, താങ്ക് യു. താങ്ക് യു.